ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഓടിട്ട് കഴിഞ്ഞാൽ ചൂട് കുറയുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ചൂട് കുറയും എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ഇത് ക്ലേ കൊണ്ട് നിർമ്മിച്ച ഓട് എന്ന മെറ്റീരിയലിന്റെ ഗുണം കൊണ്ട് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും ഫാക്ടർ ഈ ഓടിട്ട വീടുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ ഒരു സംശയങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ എന്റെ പേര് വിവേക്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലൊക്കെ ധാരാളമായി ഉപയോഗിച്ചു വന്നിരുന്ന റൂഫിങ്ങിനായിട്ട്, അതായത് മേൽക്കൂരകൾക്കായി ധാരാളമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു മെറ്റീരിയലാണ് ഓട്. ഇന്ന് നമ്മൾ അങ്ങനെ ഓട് അധികം ഉപയോഗിച്ച് കാണാറില്ല. പക്ഷെ ട്രഡീഷണൽ വീടുകൾക്കൊക്കെ ഇപ്പോഴും നമ്മൾ ഓട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നല്ലൊരു വാവ് ഫാക്ടറി തന്നെ, നല്ല ഭംഗി തരുന്ന ഒരു ഡിസൈനൊക്കെ ആയിട്ട് മാറാറുമുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് ഓട് കമ്പനികളൊക്കെ നമ്മുടെ വീടിന്റെ സമീപ പ്രദേശത്തുകളൊക്കെ ആയിട്ട് ഉണ്ടായതായിട്ട് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ അങ്ങനെ ഒന്നും കാണാറില്ല. നമ്മുടെ നാട്ടിലെ പാടങ്ങളിലും മറ്റു പറമ്പുകളിലൊക്കെ ലഭ്യമായിരുന്ന ചെളി, അത് കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു ഇതിന്റെ നിർമ്മാണം. ഇങ്ങനെ ഈ ക്ലേ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഓടുകൾക്ക് ഈ SRI വാല്യൂ കുറച്ച് കൂടുതലായിരുന്നു. ഈ SRI വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോളാർ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. ഈ സോളാർ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് ഈ ഓട് എന്ന് പറഞ്ഞ മെറ്റീരിയലിന് കുറച്ച് കൂടുതലാണ്. വേറൊന്നുമല്ല, ചൂട്, അതായത് സൺലൈറ്റ് ഈ ഓടുകൾ തട്ടുകയാണെങ്കിൽ അതിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാനുള്ള, ആ ചൂടിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഈ ഓടുകൾക്ക് കൂടുതലാണ്. പക്ഷേ ഇത് ഈ ക്ലേ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്നതുകൊണ്ട് മാത്രമല്ല ഈ കഴിവ് ഇതിന് കിട്ടുന്നത്. അതിന് പുറത്ത്, ഈ ഓടിനൊക്കെ പുറത്ത് നമുക്കറിയാം ഒരു റെഡ് കളറിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ വരുന്ന ഓടുകൾക്ക് ഒന്നുകൂടി ഒരു തിളങ്ങിയ നിറത്തിലുള്ള പെയിന്റിംഗ് ആയിരിക്കും. ഈ ഗ്ലേസ്ഡ് ആയിട്ടുള്ള പെയിന്റിംഗ് കാരണമാണ് ഈ റിഫ്ലക്റ്റിംഗ് പവർ ഈ ഓടുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഓടുകൾക്ക് പുറത്തടിക്കുന്ന ഈ കോട്ടിംഗ് കാരണം സൂര്യപ്രകാശം, അതായത് ചൂട് ഇതിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുകയും തന്മൂലം തന്നെ ഓടുകൾ ചൂടാവുന്നത് ഒന്ന് പതുക്കെയാവുക, ഒന്ന് സ്ലോ ആവുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഈ ഓടിട്ട വീടുകളുടെയൊക്കെ ഷേപ്പ് നമുക്കറിയാം. അതിന്റെ റൂഫിന്റെ ഷേപ്പ് ഒരു ത്രികോണ ആകൃതിയിലായിരിക്കും. ഇങ്ങനെ ഈ ത്രികോണ ആകൃതിയിലുള്ള ഈ ഷേപ്പും ഈ വീടുകളിലൊക്കെ ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഒരു കാരണമാവുന്നുണ്ട്. കാരണം ഇപ്പോൾ സണ്ണ് ഇവിടെ നിന്ന് അടിക്കുകയാണെങ്കിൽ, സൺലൈറ്റ് ഡയറക്റ്റ് ഇവിടെ തട്ടുകയാണെങ്കിൽ ഈ സൈഡ് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഈ സൈഡ് മാത്രം ചൂടാവുകയും ഈ സൈഡ് ചൂടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയിരിക്കും, കോൺക്രീറ്റ് വീടുകളും ഇതുപോലെ തന്നെ ഒരു ത്രികോണാകൃതി, അതായത് സ്ലോപ്ഡ് റൂഫുകളായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കോൺക്രീറ്റ് റൂഫുകളുള്ള വീടുകളിലും ഇങ്ങനെ ചൂട് കുറയേണ്ടതെന്ന്. ഇങ്ങനെ സംശയം വരുമ്പോഴാണ് നമ്മൾ ഓടുന്ന ക്ലേയുടെ മെറ്റീരിയലും അതിന്റെ ഷേപ്പും അതിന്റെ ആകൃതിയും അത് പാവിങ്, അത് വിരിക്കുന്നതിന്റെ രീതിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കോൺക്രീറ്റ് പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ടച്ച് ആയിട്ടില്ലെങ്കിൽ ഒരൊറ്റ സ്ട്രക്ചർ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിലേക്ക് ഹീറ്റ് തട്ടുമ്പോൾ, ചൂട് തട്ടുമ്പോൾ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് വേഗത്തിൽ തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ചൂട് തട്ടുമ്പോൾ തന്നെ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് സഞ്ചരിക്കുകയും ആ പ്രതലം മൊത്തം ചൂടായി നിൽക്കുകയും ചെയ്യും. തന്മൂലം തന്നെ ആ ഹോട്ടിന്റെ കിരണങ്ങൾ അല്ലെങ്കിൽ ആ ഹോട്ടിന്റെ വേവ്സ് നമ്മുടെ അടിയിലോട്ട് വരികയും അത് നമ്മുടെ റൂമുകളെയും ഹാളുകളെയും ഒക്കെ ചൂടാക്കി നിർത്താനൊക്കെ ഒരു കാരണമാകും. പക്ഷേ ഈ ഓടുകളുടെ ഫ്രെയിം വർക്കുകൾ, വിട്ടുവിട്ടിട്ടുള്ള ഈ ഓടുകളുടെ ഫ്രെയിം വർക്കും അതിന്റെ ഷേപ്പും അതിന്റെ ജോയിന്റ്സും അതുപോലെ തന്നെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ താപം സഞ്ചരിക്കുമ്പോൾ തന്നെ ഒരുപാട് താപനഷ്ടം ഈ സഞ്ചാരത്തിൽ നേരിടുകയും അത് എളുപ്പത്തിൽ തന്നെ ഇത് സ്പ്രെഡ് ആവുന്നത് തടയുകയും തന്മൂലം തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു കൂളിംഗ് അനുഭവപ്പെടാനും ഇതിന് കാരണമായിരിക്കും. അതുപോലെ തന്നെ ത്രികോണാകൃതിയിലുള്ള സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിൽ നിന്ന് ഈ റൂഫിന്റെ ടോപ്പ് വരെയുള്ള ഭാഗത്ത് ഒരുപാട് ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ എയർ സർക്കുലേഷൻ നടക്കുവാനും തന്മൂലം തന്നെ വീടിനകത്തുള്ള ചൂടുവായു മുകളിലോട്ട് പോകാനും അടിയിൽ തണുത്ത വായു കെട്ടിക്കിടക്കാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമുകളുടെ ഉള്ളിലും വീടിനകത്തൊക്കെ ഒരു കൂളിംഗ് നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പും വീണ്ടും കാരണമാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൂട് സ്പ്രെഡ് ആവുന്ന കാര്യം, അതിലൊരു കൂട്ടിച്ചേർക്കലും കൂടിയുണ്ട്. നമ്മൾ സൺലൈറ്റ് ഒരു ഭാഗത്ത് അടിക്കുകയും അവിടേക്ക് ചൂടാവുകയും ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ സൺ പെട്ടെന്ന് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, ആ ഡയറക്റ്റ് പതിക്കുന്നത് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം പെട്ടെന്ന് തണുക്കാനും ഓടിന്റെ മേൽക്കൂരകൾക്ക് സാധിക്കും. പെട്ടെന്ന് തന്നെ തണുപ്പാകുന്നതാണ്. പക്ഷെ കോൺക്രീറ്റ് പ്രതലങ്ങൾ കുറെ ടൈം എടുത്തിട്ടാണ് വീണ്ടും അത് ഒരു തണുപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അതിനും ഇതിന്റെ ഈ ഷേപ്പും അതുപോലെ തന്നെ ഈ പാവിംഗ് മെത്തേഡും ഇതിന്റെ മെറ്റീരിയലും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ സഞ്ചാരത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ ഓടിട്ട വീടുകളുടെ ഫ്രെയിം വർക്കുകൾ. ഈ ഓടിനെ താങ്ങി നിർത്തുന്ന ഫ്രെയിം വർക്കുകൾ
വർക്കുകൾ ഒരു നിശ്ചിത അകലങ്ങൾ വിട്ടിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചൂട് എളുപ്പത്തിൽ സ്പ്രെഡ് ആവുന്നതൊക്കെ കുറഞ്ഞു കിട്ടും. ഇത് മരങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂട് ഒരു തരിയും കൂടിയും കുറഞ്ഞു കിട്ടും. ഇപ്പൊ നമ്മളൊക്കെ സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഒക്കെ ചെയ്യുന്നത്. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഈ ചൂട് കുറയാൻ കുറച്ചും കൂടി ബെറ്റർ മരം കൊണ്ട് ആ ഫ്രെയിം വർക്കുകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം നമ്മൾ പരിഗണിച്ചാലും നിങ്ങളുടെ വീട് നിൽക്കുന്ന പരിസ്ഥിതി അല്ലെങ്കിൽ നിങ്ങൾ വീട് നിൽക്കുന്ന മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ വീട് നിൽക്കുന്നത് കുറേ മരങ്ങളും എല്ലാം തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ തീർച്ചയായും അവിടെ ചൂടുണ്ടായിരിക്കും. സൂര്യന്റെ പ്രകാശം ഡയറക്റ്റ് അല്ലെങ്കിൽ കുറേ നേരം ഡയറക്റ്റ് ആയിട്ട് കൊള്ളാത്ത ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ വീടിനകത്ത് ചൂട് കുറയാനും ഒക്കെ കാരണമാകും. അത് ഓട് എന്നല്ല, വേറെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചാലും അത് അതിന് കാരണമാകും. അപ്പൊ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ട് കൂടിയിട്ടാണ് ഓടിട്ട വീടുകളിൽ ഒരു കൂളിംഗ് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ചൂട് കുറവായിട്ട് അനുഭവപ്പെടുന്നത് എന്നൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഞാൻ വല്ല പോയിന്റ്സും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായി കൂട്ടിച്ചേർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.